കൈമാറുവാൻ, ഒരു മൊമെന്റോ കൈമാറിയ സ്നേഹം അറിയിക്കുവാൻ ജേക്കബ് മാത്യു സാറിനോട് അഭ്യർത്ഥിക്കുകയാണ്. സാർ, പ്ലീസ് ഹാൻഡ് ഓവർ എ മൊമെന്റോ ടു മൊമെന്റോ പ്ലീസ്. നമ്മളിവിടെ കണ്ടു അല്ലേ? അദ്ദേഹത്തിന്റെ കഥയാട്ടത്തിനായിട്ട് ആർട്ടിസ്റ്റ് നമ്പൂതിരി വരച്ച സ്കെച്ചുകളുടെ ഒരു സമാഹാരം കൂടി ഈ സമയത്ത് നമ്മൾ സമ്മാനിക്കുകയാണ്. പ്ലീസ്, ആർട്ടിസ്റ്റ് നമ്പൂതിരി ലാലേട്ടനായി വരച്ച കഥയാട്ടത്തിന്റെ സ്കെച്ചുകളുടെ സമാഹാരമാണിത്. നമസ്കാരം, എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേരുന്നു. ഇന്നത്തെ ഈ സന്ധ്യ മനോഹരമാണ്. നമ്മുടെ ഈ കൂട്ടായ്മയും ഭാഷയും എഴുത്തുകാരും കലയും കലാകാരന്മാരും ആഘോഷിക്കപ്പെടുന്ന മനോരമ ഹോർത്തൂസിന്റെ സമാപന വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്, അഭിമാനമുണ്ട്. മലയാള മനോരമയുള്ള ദീർഘകാല ബന്ധം മാത്രമല്ല അതിന് കാരണം. പ്രിയപ്പെട്ട ശ്രീ യേശുദാസിൻ്റെ, നമ്മുടെ എല്ലാം ദാസേട്ടൻ്റെ വിദൂരത്ത് നിന്നാണെങ്കിലുമുള്ള സാന്നിധ്യം ആളിൻ്റെ കാരണം. വളരെയധികം നന്ദി മലയാള മനോരമ. ഒരിക്കൽ കൂടി കഥയാട്ടം എന്ന നമ്മുടെ ഏറ്റവും ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും നല്ല ഒരു കലാപ്രകടനമായിരുന്നു കഥയാട്ടം. ഇന്ത്യയിലെ പല ഭാഗത്തും ഞങ്ങൾ പോവുകയും കഥയാട്ടം അവതരിപ്പിക്കുകയും ചെയ്തു. വിദേശത്തും 100 വർഷത്തെ നോവൽ സാഹിത്യത്തിൽ നിന്ന് 10 ഒരു വലിയ കമ്മിറ്റി രൂപീകരിച്ച് 10 നോവൽ തിരഞ്ഞെടുത്ത് ആ 10 നോവലിലെ പ്രധാന സംഭവങ്ങൾ അവതരിപ്പിക്കാൻ എന്നെയാണ് മലയാള മനോരമ ക്ഷണിച്ചത്. വേറെ മറ്റൊരു നടനം കിട്ടാത്തൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു 100 വർഷത്തെ സാഹിത്യത്തിലൂടെ ഒരു നടന് കടന്നു പോകാൻ സാധിക്കാറുള്ളത്. ഒരിക്കൽ കൂടി അതിന് നന്ദി പറയുന്നു സാർ. താങ്ക് യു സോ മച്ച്. നമ്മളെ കഴിഞ്ഞ എത്രയോ തലമുറകളെ പാടി ഉണർത്തുകയും ഉറക്കുകയും ചെയ്ത മഹാഗായകന് വളരെ പ്രത്യേകതയുള്ള ഇങ്ങനെ ഒരു ആദരം നൽകുമ്പോൾ അതിൽ പങ്കാളിയാകാൻ സാധിക്കുന്നത് സൗഭാഗ്യമാണ്, ഒരു മഹാഭാഗ്യമാണെന്ന് ഞാൻ കരുതുന്നു. ഹോർത്തൂസ്, ഈ വാക്ക് തന്നെ കാവ്യാത്മകമാണ്. ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് നമ്മൾ ഈ ലാറ്റിൻ വാക്ക് കേൾക്കുന്നതും അറിയുന്നതും. അന്യദേശത്ത് നിന്നെത്തിയ ഒരാളുടെ കണ്ണുകളിലൂടെ അയാൾക്ക് തീർത്തും അപരിചിതമായ നമ്മുടെ നാട്ടിലെ ഓരോ ചെടിയും മരവും പൂവും തൊട്ടറിഞ്ഞാണ് ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന മഹാഗ്രന്ഥം രചിക്കപ്പെട്ടത്. കലയും അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നു. അത് കാലവും ദേശവും പിന്നിട്ട് മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന ഓരോ ഇടത്തേക്കും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ തുടർച്ചയിലാണ് മനുഷ്യകുലം മുന്നോട്ട് പോകുന്നത്. കലയുടെ ഈ ഒഴുക്കിനൊപ്പം യാത്ര ചെയ്യാൻ ഭാഗ്യം സിദ്ധിച്ച ഒരാളാണ് ഞാൻ. സിനിമയിൽ ഞാൻ അവതരിപ്പിച്ച ഓരോ കഥാപാത്രവും എൻ്റെ പുതിയ ലോകങ്ങളിലേക്ക് നടത്തിക്കുന്നു. അവരുടെ വാക്കും വിചാരവും കണ്ണീരും ചിരിയും നിശബ്ദതയുമെല്ലാം എന്നെ ഓരോ നിമിഷങ്ങളെയും പുതുക്കിപ്പണിയുന്നു. ഒരു കലാകാരന് ലഭിക്കുന്ന കലയുടെ അനുഗ്രഹമാണത്. കലയെയും സാഹിത്യത്തെയും ആഘോഷിക്കുന്ന മനോരമ ഹോർത്തൂസ് ഇത്തവണ ചരിത്രമാകാൻ പോകുന്നതിൽ അതിൻ്റെ പ്രധാന കാരണം ദാസേട്ടനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മലയാളം കേട്ട ഏറ്റവും മോഹനമായ ശബ്ദത്തിൻ്റെ ഉടമയെ, എൻ്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട ശ്രീ യേശുദാസിനെ ഹോർത്തൂസ് ഹാൾ ഓഫ് ഫെയിമിലേക്ക് ആനയിക്കുന്നത് ആരാധകൻ എന്ന നിലയിൽ, സഹപ്രവർത്തകൻ എന്ന നിലയിൽ, സഹോദരൻ എന്ന നിലയിൽ എനിക്ക് ലഭിക്കുന്ന മഹാസൗഭാഗ്യമാണ്. നടൻ എന്ന നിലയ്ക്ക് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ പ്രിവിലേജായി ഞാൻ കണക്കാക്കുന്നത് എൻ്റെ
കാലത്തെ ചില മഹാരഥന്മാരുമൊത്ത് പ്രവർത്തിക്കാനായി എന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ദാസേട്ടൻ. കുട്ടിക്കാലം മുതൽ കേട്ട് വളർന്ന ഗന്ധർവ ശബ്ദത്തിൻ്റെ ഉടമ. എൻ്റെ വിശ്വാസം എൻ്റെ പല സിനിമകളിലെയും ഗാനരംഗങ്ങൾ കലാതീതമായതിൻ്റെ പിന്നിൽ ദാസേട്ടൻ്റെ വിസ്മയ ശബ്ദമുണ്ടായിരുന്നു എന്നാണ്. മലയാള സിനിമയിൽ ഗാനങ്ങൾക്ക് പ്രശസ്തിക്ക് ലേശം മങ്ങലേറ്റ കാലത്ത് ഞാൻ നിർമ്മിച്ച ഹിസ് ഹൈനസ് അബ്ദുള്ള മുതൽ തുടർച്ചയായ എത്രയോ സിനിമകളിൽ ദാസേട്ടൻ്റെ അനശ്വര ഗാനങ്ങളുണ്ടായി. ശാസ്ത്രീയ ഗാനങ്ങളടക്കം ദാസേട്ടൻ്റെ പാട്ടുകൾക്ക് ചുണ്ടനക്കി അഭിനയിക്കേണ്ടി വന്നിട്ടുള്ളപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ പാട്ട് ഞാൻ കാരണം മോശമാകാതെ അഭിനയിക്കണമേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. പ്രിയപ്പെട്ട ദാസേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ എന്നല്ല, മലയാളത്തിലെ ഏത് നായക നടൻ്റെയും വെള്ളിത്തിര ജീവിതം അപൂർണമായി പോകുമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്, ഞാൻ വിശ്വസിക്കുന്നു. ദാസേട്ടനെ പറ്റി പറയുമ്പോൾ സ്വകാര്യമായി എനിക്ക് മാത്രം അവകാശപ്പെട്ട മറ്റൊരു സന്തോഷം കൂടിയുണ്ട്. ദാസേട്ടന് ലഭിച്ച മികച്ച ഗായകൻ അടക്കമുള്ള 8 ദേശീയ ബഹുമതികളിൽ 2 മറ്റ് ഭാഷകളിലേതാണ്. പിന്നീടുള്ള 6-ൽ 2 ഞാൻ കൂടി പങ്കാളിയായി നിർമ്മിച്ച ഉണ്ണികളെ ഒരു കഥ പറയാം, അതുപോലെ ഞാൻ നിർമ്മിച്ച ഭരതം എന്ന ചിത്രങ്ങളിൽ ഞാൻ പാടി അഭിനയിച്ച ഗാനങ്ങൾക്കായിരുന്നു അതൊരു മഹാസൗഭാഗ്യമായി ഞാൻ കണ്ടതാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ വെച്ച് ഞങ്ങൾ കണ്ടതാണ്. ഓരോ തവണ യുഎസിന് പോകുമ്പോഴും നമുക്ക് ഉറപ്പായും പോകേണ്ട വീടുകളിൽ ഒന്നാണ് ദാസേട്ടൻ്റെത് എന്ന് കരുതി തന്നെയാണ് ഞാൻ പോകുന്നത്. സ്വന്തം മനുഷ്യനെ പോലെയാണ് ദാസേട്ടൻ പ്രഭചേച്ചിയും എന്നെ സ്വീകരിക്കാറ്. ആ സ്വാതന്ത്ര്യം ഞാൻ അദ്ദേഹത്തോട് സവിനയം എടുക്കാറുണ്ട്. ഹാൾ ഓഫ് ഫെയിം എന്ന സങ്കല്പം മനോഹരമാണ്. നമ്മുടെ ജീവിതത്തെയും കാലത്തെയും ജ്വലിപ്പിച്ച മഹാമനുഷ്യരെ പ്രതിഷ്ഠിക്കുന്ന ആദരവിൻ്റെ ഗോപുരമാണ്. കേരളത്തിൽ ആദ്യമായി അത്തരമൊരു ആദര വീട് ആരംഭിക്കുന്നതിന് മനോരമയെ ഞാൻ അഭിനന്ദിക്കുന്നു. ആ വീടിൻ്റെ ചുമരിൽ ആദ്യം എഴുതുന്ന പേര് ദാസേട്ടൻ്റെതാകുന്നത് വലിയ സന്തോഷമാണ്, അതിലേറെ സംതൃപ്തിയാണ്. നിങ്ങളുടെ എല്ലാം അനുമതിയോടെ നിറഞ്ഞ ഹൃദയത്തോടെ ശ്രീ യേശുദാസിനുള്ള ആദരമുദ്ര ഞാൻ പ്രിയപ്പെട്ട വിജയ് യേശുദാസിന് കൈമാറുന്നു. പ്രിയപ്പെട്ട ദാസേട്ടൻ കേരളത്തിലേക്ക് മടങ്ങി വരുന്ന നിമിഷത്തിനായി എല്ലാ മലയാളികളെ പോലെ ഞാനും കാത്തിരിക്കുക. മനോരമ ഹോർട്ടൂസിന്റെ തുടക്കം കഴിഞ്ഞ വർഷം കോഴിക്കോടായിരുന്നു. ഇത്തവണ അത് കൊച്ചിയിലെത്തി. എല്ലാ തുടക്കവും നല്ലതാണ്. ഹോർട്ടൂസും തുടരും. അടുത്ത വർഷം ഡിസംബർ 3 മുതൽ 6 വരെയാണ് മനോരമ 2026 നടക്കുക എന്ന കാര്യവും ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ട ദാസേട്ടനും മനോരമ ഹോർട്ടൂസിനും ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ഒരു മനോഹരമായ സായാഹ്നം എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിസ്മയജാലമാണ് കേരളത്തിന്റെ ക്ലാസിക്കൽ കലാരൂപങ്ങൾ. കഥകളിയും കൂടിയാട്ടവും സോപാന സംഗീതവും ഉൾപ്പെടെയുള്ള കലകളിൽ നിന്നും ഉയിരും ഊർജവും ഉൾക്കൊണ്ട് തിരശ്ശീലയിലും അരങ്ങിലും ഒന്നുപോലെ പ്രകാശിക്കുന്ന ഒരേ ഒരു നടനേ ഉള്ളൂ, മോഹൻലാൽ. വേദിയിൽ മോഹൻലാൽ പകർന്നാടിയ അത്രയും സാഹിത്യ കഥാപാത്രങ്ങളെ സ്പർശിക്കുവാൻ പോലും ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിലെ മറ്റൊരാൾ ധൈര്യപ്പെടുകയില്ല. സമ്പൂർണമായും സംസ്കൃതത്തിൽ ഒരുക്കിയ ഭാസന്റെ കർണഭാരം 1.5 മണിക്കൂറിൽ അരങ്ങത്ത് അവതരിപ്പിച്ചത് മികച്ച ഉദാഹരണം. അനുപമമായ ശരീരഭാഷയിലൂടെയും ശബ്ദവിന്യാസത്തിന്റെ അപാര സാധ്യതകളിലൂടെയും ഏതാനും വർഷങ്ങൾക്ക് മുൻപ് മലയാള മനോരമയുടെ വേദിയിൽ മോഹൻലാൽ അവതരിപ്പിച്ചത് 10 അനശ്വര കഥാപാത്രങ്ങളെയാണ്. ഇന്ദുലേഖയുടെ സൗന്ദര്യത്തെ കുറിച്ച് കേട്ടെ എനിക്ക് നിവൃത്തിയില്ലാതായി. പീയൂഷഭാവ സുമതി ഇന്ദുലേഖയിലെ സൂര്യ നമ്പൂതിരിപ്പാട്. ഇതല്ല എന്റെ ജന്മം. എന്റെ ജന്മത്തെ നിങ്ങൾ അറിയൂ. നാടും നാട്ടാരും ഭടന്മാരും നൃപനും എന്റെ പേര് കേട്ടാൽ വിറയ്ക്കുമായിരുന്നു. ധർമ്മരാജയിലെയും രാമരാജ ബഹദൂറിലെയും കാളിപ്രഭാവ ഭട്ടനും ചന്ദ്രക്കാരനും. എല്ലാവരും മാറിക്കൊണ്ടിരിക്കുക, ഞാനും നീയും മാത്രം.
കോളയിൽ നിന്നിലെ പപ്പു. നീ മണ്ണും ചാണകവും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു പൊണ്ണത്തി പെണ്ണായി. ആ പത്രാസുകാരനോ ഒരു കാട്ടുകള്ളൻ. അവന്റെ പട്ടുകുപ്പായവും പുകയും മണവും കണ്ട് നീ ഭ്രമിച്ചു പോയി. ഇനി അവനെ തിരി കത്തിച്ചു നോക്കിയാൽ കാണില്ല. നാടൻ പ്രേമത്തിലെ ഇപ്പോരൻ. ഈ കടാപ്പുറത്ത് ചക്കിയെ പോലെ ഓടിക്കളിച്ച് നടന്ന എന്റെ കറാത്തമ്മ അവളെ താമ്പഴാപ്പിച്ച് അന്ന് മുതൽ തുടങ്ങിയതാ. അതല്ലാടോ ഇതെല്ലാം. ചെമ്മീനിലെ ചെമ്പൻ കുഞ്ഞ്. ഉമ്മ ഉമ്മ ആരുടെയാ ആ ആട്? നമ്മുടെ പാത്തുമ്മയുടെ ആടാ. ഓ, അതാണ് ഇതിന് ഇത്ര സ്വാതന്ത്ര്യം. എനിക്കൊരു റോസാച്ചെടി തരുമോ? ഈ ഭുവനത്തിലുള്ള എല്ലാ പഴനീർ ചെടികളും നാരായണിക്ക് തരും. ഒന്ന് മതി, ഒരെണ്ണം തരുമോ? ആ, 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 അവിടെ തന്നെ നിൽക്കേ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം കേട്ടോ. കേട്ടു. നാരായണി എന്റെ പേര് പറഞ്ഞു വിളിച്ചു. ഞാൻ മിണ്ടിയില്ല. ഞാൻ ചുംബിക്കുകയായിരുന്നു, ഓരോ മുള്ളിലും ഓരോ കമ്പിലും. പാത്തുമ്മയുടെ ആടിലെയും മതിലുകളിലെയും ബഷീർ. നമ്മുടെ ചരിത്രകാരനായ അഹമ്മദ് ഉണ്ണിയാണ്. നമ്മളെ കൊന്നു വെച്ചിട്ടാണ് മായൻ വയനാട്ടിലേക്ക് പോയത്. നമ്മൾ മയ്യത്തായിട്ടില്ലെന്ന് മോൻ അറിയില്ല. ബീരാന്റെ വീടരാണെങ്കിലും ഉമ്മാച്ചുന്റെ കഴിവിന് ഇപ്പോഴും നമ്മളാണുള്ളതെന്ന് ഹസൻ പറഞ്ഞപ്പോൾ പിന്നെ വയനാട്ടിൽ നിൽക്കാൻ തോന്നിയില്ല. നാട്ടിലേക്ക് പോയി. അബ്ദേ, ഞാൻ അനക്ക് എന്തിനു വിരോധം ചെയ്ത്? തുറന്നു പറഞ്ഞ ആ വിരോധം അങ്ങോട്ട് തീരും. ഉമ്മാച്ചുവിലെ മായൻ. പേരെന്നാ? ഊഷി മകനെ. உனக்கு அத்தா உமா இருக்கா? கிடையாது. குடி இருக்கா? கிடையாது. இவன் இந்த தேசத்துக்கு பிள்ளையாக போறவன். இவன் மைமுனாக்கு மாப்பிள்ளையாக போறவൻ. ഖസാക്കിന്റെ ഇതിഹാസത്തിലെ അള്ളാപ്പിച്ച മുല്ലാക്ക. La fille de joie est belle au coin de la rue là-bas. ഞാൻ ദാസനാണ്. ജീവിച്ചു തളർന്ന് വെള്ളിയാങ്കല്ലിന്മേൽ ജീവിതത്തിന്റെ ഭാരമില്ലാതെ വിശ്രമിക്കാൻ പോയ ദാസൻ. ദശകങ്ങൾ പലത് കഴിഞ്ഞു. ഞാൻ പോകുമ്പോൾ മയ്യഴിയിൽ മദ്യനിരോധനത്തിന്റെ വാർത്ത കാട്ടുതീ പോലെ പരന്നിരുന്നു. മദ്യമില്ലാത്ത മയ്യഴി, കുടിക്കാതെ മയ്യഴിയുടെ മക്കൾ. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലെ ദാസൻ. ഭൂമിയിൽ പാദങ്ങളുമായി നിൽക്കുന്ന ഘോരരൂപം കണ്ട് അവർ നടുങ്ങിയേക്കാം. എന്തായാലും അവർ ഗാഥകൾ തുടരട്ടെ. മഹാപ്രസ്ഥാനത്തിനൊരുങ്ങിയ നാൽവരും ഉറങ്ങിക്കഴിഞ്ഞു. ദ്രൗപദിയും ഭീമസേനന്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. കഥകൾ ഒരിക്കലും അവസാനിക്കുന്നില്ലെന്ന് സോദരി നിങ്ങൾ പറയാറുള്ളത് പോലെ യാത്രാമംഗളം തോഴരെ. നിങ്ങൾക്കും എനിക്കും. രണ്ടാം മൂഴത്തിലെ ഭീമൻ. ഇന്നും അരങ്ങിന്റെയും വെള്ളിത്തിരയുടെയും പ്രിയ നായകന് അക്ഷരങ്ങൾ നക്ഷത്രങ്ങളായി തിളങ്ങുന്ന ഈ വേദിയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട ദാസേട്ടാ, ഹാൾ ഓഫ് ഫെയിം പുരസ്കാരം ഹോർത്തൂസ് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്ന ഈ പുരസ്കാരം അങ്ങേക്ക് സമ്മാനിക്കുന്ന സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും. അങ്ങയിൽ നിന്നത് കേൾക്കാൻ വളരെ വളരെ സന്തോഷം, വളരെ വളരെ സന്തോഷം. അതിന് നന്ദിയും പറയുന്നു, പ്രത്യേകിച്ച് ജഗദീശ്വരനോട്. നമുക്ക് ഈ പുരസ്കാരം വിജയ് യേശുദാസിന് കൈമാറാം. ലാലേട്ടൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മൾ ആ ഒരു ചടങ്ങിലേക്ക് കടക്കുകയാണ്. ദാസേട്ടന്റെ സാന്നിധ്യം ഓൺലൈനിലാണെങ്കിലും നമ്മുടെ കൂടെ ഉണ്ട്. സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ശ്രീ വിജയ് യേശുദാസിനെ സ്വാഗതം ചെയ്യുകയാണ്. ലാലേട്ടനിൽ നിന്ന് ആ ഒരു പുരസ്കാരം അച്ഛനു വേണ്ടി ഏറ്റുവാങ്ങാൻ പ്ലീസ്.
പാടാൻ വേണ്ടി മാത്രമാണ് ഒരു എന്താ പറയുക സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സ്വന്തം മകനായിട്ട് ഈ അവാർഡ് അതും ലാലേട്ടനിൽ നിന്നും നിങ്ങളിൽ നിന്നൊക്കെ മേടിക്കാൻ എത്താൻ പറ്റാത്തതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ എന്തായാലും ഇരിപ്പുണ്ട്. സോ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് മീ ദ ചാൻസ് ടു ടേക്ക് ഇറ്റ് ഓൺ ഹിസ് ബിഹാഫ്. താങ്ക് യു സോ മച്ച് വിജയ്.